ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഇല്ലസ്ട്രേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന പി എസ് സി ബേസ്ഡ് പോർഷൻ അല്ല. ഇന്ന് നോക്കുന്നത് എൻ്റെ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പോർഷൻസാണ്. അതായത് അവർ +1 +2 നാളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അതായത് എക്സാം ജസ്റ്റ് റിവിഷൻ അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ പെട്ടെന്നൊന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടോ നമുക്ക് ആ ചാപ്റ്റർ മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇന്നിപ്പം നമ്മൾ ആദ്യം നോക്കുന്ന പോർഷൻ എന്ന് വെച്ചാൽ ബോട്ടണിയുടെ 1ാമത്തെ ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റ് ഒരു നട്ട്ഷെല്ല് മാത്രമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കുറച്ച് പോയിൻറ്റ്സ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് നമുക്ക് ഒറ്റയടിക്കും ചാപ്റ്റർ 10 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്ററിനെ ഒന്ന് പെട്ടെന്ന് നമുക്കൊരു എന്ത് പറയുന്നത്, ഒറ്റ നോട്ടത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബോട്ടണിയുടെ 1ാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. അതിനകത്ത് ആദ്യം നമുക്കറിയാം റീപ്രൊഡക്ഷൻ ബയോളജിക്കൽ പ്രോസസ്സാണ്. അതിനകത്ത് ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. റീപ്രൊഡക്ഷൻ തന്നെ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ പേരൻറ്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന എന്ന തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗമീറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഐഡൻറ്റിക്കൽ ടു പേരൻസ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ മെത്തേഡ്സാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൻ്റെ മെത്തേഡ്സാണ്. ഒന്നാമത്തേതാണ് സെൽ ഡിവിഷൻ, അതായത് സിമ്പിൾ ഡിവിഷൻ കാണുന്നത് പ്രോട്ടിസ്റ്റ മുണിറയിലാണ്. ബൈനറി ഫിഷൻ കാണുന്നത് അമീബ, പാരമീസിയം. ബഡ്ഡിങ്, ഈസ്റ്റ്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് സൂസ്പോർ, കൊനീഡിയ, ബഡ്, ജെമ്യൂൾസ്. സൂസ്പോർ കാണപ്പെടുന്ന ക്ലാമിഡോമോണസിലും കൊനീഡിയ കാണപ്പെടുന്ന പെൻസീലിയത്തിലും ബഡ്ഡിങ് കാണിക്കുന്ന ഹൈഡ്ര, ജെമ്യൂൾസ് സ്പോഞ്ചസിലുമാണ്. പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന റണ്ണർ, റൈസോമ്, സക്കർ, ട്യൂബർ, ഓപ്സെറ്റ്, ബൾബ്. കോമൺ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ റണ്ണർ, റൈസോമ്, സക്കർ, ട്യൂബർ, ഓപ്സെറ്റ്, ബൾബ്. ഒണിയൻ ആണെങ്കിൽ ബൾബ്, ഓപ്സെറ്റ് ആണെങ്കിൽ വാട്ടർ ഹയാസന്ത്, അതുപോലെ റൈസോം ആണെങ്കിൽ ജിഞ്ചർ. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ബൾബിൽ എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കാണപ്പെടുന്നത് ഏതിനകത്താണെന്ന്. അത് എഗേവിനകത്താണ് എന്ത് കാണപ്പെടുന്ന, ബൾബിൽ എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നെക്സ്റ്റ്. അതായത് 2 ഇൻഡിവിജ്വൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന റീപ്രൊഡക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. 2 ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. ഗമീറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഗമീറ്റ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ടായി മാറുന്നുണ്ട്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നുണ്ട്. സംടൈംസ് ദീസ് ആർ ഐഡൻറ്റിക്കൽ ടു ദെയർ പേരൻസ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓഫ്സ്പ്രിങ്സ് കോമൺ ആയിട്ട് എന്തായാലും ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും, പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പേരൻസിനെ കൂട്ടിയിരിക്കണമെന്ന് ഇല്ല. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ജുവനൈൽ ഫേസ്, അതായത് ആനിമൽസിൽ, നമ്മളെ പോലെയുള്ള ആനിമൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി വിളിക്കുന്ന പേരാണ് ജുവനൈൽ ഫേസ്. ആനിമൽസിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും. ഈസ്ട്രസ് സൈക്കിൾ, മാമൽസിനകത്തുള്ള സൈക്കിളാണ് ഈസ്ട്രസ് സൈക്കിൾ. മാമൽസിൽ തന്നെയാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ദ റീപ്രൊഡക്റ്റീവ് ഇൻ പ്രൈമേറ്റ് മാമൽസിനകത്ത് വരുന്നതാണ് ഇത് മെൻസ്ട്രൽ സൈക്കിൾ. പിന്നെ 2 തരത്തിലുള്ള ബ്രീഡേഴ്സ് ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സ് ഉണ്ട്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സും ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ സീസണിൽ മാത്രം പൂവുണ്ടാകുന്നു അല്ലെങ്കിൽ കാവുണ്ടാകുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീസണൽ ബ്രീഡേഴ്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കണിക്കൊന്ന ഉണ്ടാകുന്നത്. കണിക്കൊന്ന പൂക്കുന്നത് നമുക്കറിയാം, സാധാരണ ഏപ്രിൽ അടുപ്പിച്ചുള്ള മാസങ്ങളിലായിരിക്കും കണിക്കൊന്ന പൂക്കുന്നത്. കണിക്കൊന്നയുടെ ഇംഗ്ലീഷാണ് കാഷ്യ ഫിസ്റ്റുല. ഈ കാഷ്യ ഫിസ്റ്റുല പൂക്കുന്നത് സീസണൽ ബ്രീഡർ ആണെന്ന് എക്സാമ്പിൾ പറയാം. കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്, അതായത് ഒരു വർഷം മൊത്തം ഇത് ബ്രീഡ് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ്റെ ഈവൻസ് ആണ് നോക്കേണ്ടത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് എന്ന് വെച്ചാൽ ഗമീറ്റിൻ്റെ ഫോർമേഷൻ, അതിനെ വിളിക്കുന്ന പേര് ഗമിറ്റോജനസിസ്. ഗമീറ്റ് തന്നെ 2 തരത്തിലുണ്ട്. ഹോമോഗാമിറ്റ്സ് ഉണ്ട്, ഹെട്രോഗാമിറ്റ്സ് ഉണ്ട്. ഹോമോഗാമിറ്റ്സ് എന്ന് വെച്ചാൽ സിമിലർ ആയിരിക്കും, അതായത് നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് സിമിലർ ആയിട്ടുള്ള അപ്പിയറൻസ് ആണെങ്കിൽ അതിനെ ഹോമോഗാമിറ്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഡിസിമിലർ അപ്പിയറൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോഗാമിറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ മെയിൽ ഗമീറ്റിനെ നമ്മൾ ആന്ത്രോസോയിഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്പേം എന്നായിരിക്കും വിളിക്കുന്നത്. ഫീമെയിലിനാണെങ്കിൽ ഓവം അല്ലെങ്കിൽ എഗ് എന്ന് വിളിക്കും. പിന്നെ അതുപോലെ തന്നെ മൊണീഷ്യസ് കണ്ടീഷനുണ്ട്, ഡയേഷ്യസ് കണ്ടീഷനുണ്ട്. മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും സെക്സ് ഓർഗൺ ഒരു ഓർഗാൻസിൽ തന്നെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും മൊണീഷ്യസ് എന്ന് വിളിക്കും. ഡിഫറെൻറ്റ് ഓർഗാനിസം അല്ലെങ്കിൽ മെയിൽ ഓർഗാനിസം എന്നും ഫീമെയിൽ ഓർഗാനിസം എന്നും 2 വേർതിരിവുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോതാലിക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡയേഷ്യസ് എന്ന് വിളിക്കും. ഒരു ഫ്ലവറിനകത്ത്, അതായത് മെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാമിനേറ്റ് എന്ന് വിളിക്കും. ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനെ പിസ്റ്റിലേറ്റ് എന്ന് വിളിക്കും. ബൈസെക്ഷലിനെ ഹെർമാഫ്രഡൈറ്റ് എന്നും വിളിക്കാറുണ്ട്. സെൽ ഡിവിഷൻ ഗമീറ്റ് ഫോർമേഷൻ ആണ് ആക്ച്വലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വിളിക്കും. ഗമീറ്റ് ഫോർമേഷൻ ആണ് സെൽ ഡിവിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ഈവൻ്റ് എന്ന് പറയുന്നത്. ഗമീറ്റ് ഫോർമേഷൻ പ്രധാനമായിട്ടും മൈറ്റോസിസും ഉണ്ട്,
മിയോസിസ് നടക്കുന്നുണ്ട്. മൈറ്റോസിസ് നടക്കുന്ന ഹാപ്ലോയിഡ് പേരൻറ്റിനകത്തും ഡിപ്ലോയിഡ് പേരൻറ്റിനകത്ത് നടക്കുന്ന മിയോട്ടിക് ഡിവിഷനും ആയിരിക്കും. ഗമീറ്റിൻ്റെ ട്രാൻസ്ഫർ പല തരത്തിലുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലായിരിക്കും, അതായത് റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററിലാണ് നമ്മൾ ഗമീറ്റ് ട്രാൻസ്ഫർ പഠിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സിംഗമി. ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ വഴിയാണ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പി എന്ന് വിളിക്കാറുണ്ട്. പാർത്തനോകാർപ്പി സാധാരണ നടക്കുന്ന ബനാന പ്ലാന്റിലാണ്. ബനാന ഉണ്ടാകുമ്പോഴാണ് പാർത്തനോകാർപ്പിയിലൂടെയാണ് ബനാന ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ് 3 ഫ്രൂട്ടുണ്ട്: സ്ട്രോബെറി, കാഷ്യൂ ആൻഡ് ആപ്പിൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ സ്ട്രോബെറി ഉണ്ടാകുന്നതും ബനാന ഉണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ട്രോബെറി അല്ലെങ്കിൽ കാഷ്യൂ അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ഫോൾസ് ഫ്രൂട്ടാണ്. അതായത് തലാമസ് എന്തായിട്ട് മാറുന്നു? ഫ്രൂട്ടായിട്ട് മാറുന്നു. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പി എന്ന് വിളിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കുള്ളിൽ അല്ലാതെ പുറത്ത് വെച്ച് നടക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. സാധാരണ മീഡിയം വാട്ടർ ആയിരിക്കും. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ബോഡിക്കുള്ളിൽ വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ ഗമീറ്റിൻ്റെ ഫ്യൂഷൻ ഫലമായിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. എംബ്രിയോ ഉണ്ടാകുന്ന പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എംബ്രിയോജനസിസ് എന്ന് വിളിക്കും. എംബ്രിയോജനസിന് ശേഷം ഒത്തിരി ഡിഫറൻഷിയേഷൻ നടക്കുന്നുണ്ട്. അതായത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നു. പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നു, ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് സീഡ് ആകുന്നു, ഇൻറ്റഗ്മെൻറ്റ് ഓഫ് ദി ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് സീഡ് കോട്ട് ആകുന്നു, ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആകുന്നു, ഓവറി വാൾ ഡെവലപ്പ് ചെയ്ത് പെരികാർപ്പായിട്ട് മാറുന്നു. ഈ ഒരു പോർഷൻ മറന്നു പോകരുത്. സൈഗോട്ട് എംബ്രിയോ, ഓവ്യൂൾ സീഡ്, ഇൻറ്റഗ്മെൻറ്റ് ഓഫ് ദി ഓവ്യൂൾ സീഡ് കോട്ട്, ഓവറി ഫ്രൂട്ട്, ഓവറി വാൾ പെരികാർപ്പ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. സിമ്പിളാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ. നമ്മൾ ബോട്ടണിൻ്റെ പോർഷനാണ് നോക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്. രണ്ടാമത്തെ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്. അത് മെയിനായിട്ട് അറിഞ്ഞിരിക്കുക ആൻഡ്രീഷ്യം എന്താണെന്ന് അറിയാം, ഗൈനീഷ്യം. ആൻഡ്രീഷ്യം എന്ന് വെച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ പാർട്ടാണ് ഏത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമനകത്തുള്ളതാണ് ഫിലമെൻറ്റും ആന്ത്രം. ആന്ത്രം എപ്പോഴും ബൈലോബഡ് ആയിരിക്കും, ഡൈത്തീക്കസ് ആയിരിക്കും. ഇതിനുള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചിയം ഇരിക്കുന്നത്. മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്താണ് പോളൻ ഗ്രൈനായിട്ട് മാറുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് 4 ലെയറാണ്: എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. മറന്നു പോകരുത്. അത് ടപ്പീറ്റമാണ് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടപ്പീറ്റത്തിനുള്ളിൽ കുറച്ച് സെയിം ഹോമോജനസ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. ദിസ് സ്പോറോജീനസ് ടിഷ്യൂ ഡെവലപ്പ് ഇൻറ്റു എന്ത്? മൈക്രോസ്പൊറാഞ്ചിയം ആയിട്ട് ചേഞ്ച് ആകുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ പ്രാവശ്യം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ വരച്ച് ലേബിൾ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. മറന്നു പോകരുത്. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഇതിനകത്ത് മൈക്രോസ്പോറോജനസിസ്, മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജനസിസ്. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നാണ് മൈക്രോസ്പോർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മൈക്രോസ്പോറോജനസിസ് നടക്കുന്നത്. ഇനിയുള്ളതാണ് പോളൻ ഗ്രൈൻ. മൈക്രോസ്പോറിനെ തന്നെയാണ് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് പോളൻ ഗ്രൈനായിട്ട് മാറുന്നത്. മെയിൽ ഗമിറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പോളൻ ഗ്രൈൻ. പോളൻ ഗ്രൈൻ ഏകദേശം 25 മുതൽ 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉണ്ട്. 2 ലെയർ കാണപ്പെടുന്നുണ്ട്: എക്സൈനും ഇൻറ്റൈനും. എക്സൈൻ എന്ന് വെച്ചാൽ ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് എക്സൈൻ. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്ന ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. ഇന്നർ പോർഷനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൈൻ എന്ന് വിളിക്കുക. ഇൻറ്റൈൻ മേഡപ്പ് ഓഫ് സെല്ലുലോസ്. ഇതിനകത്ത് 2 ടൈപ്പ് സെൽസ് ഉണ്ട്: വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ല് വലുതും ജനറേറ്റീവ് സെല്ല് ചെറുതുമാണ്. വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ജനറേറ്റീവ് സെല്ല്. ജനറേറ്റീവ് സെല്ല് എന്ത് ചെയ്തിട്ടാണ്? ഡെവലപ്പ് ചെയ്തിട്ടാണ് മെയിൽ ഗമീറ്റ്, 2 സെൽഡ് ആയിട്ടുള്ള മെയിൽ ഗമീറ്റ് ആയിട്ട് മാറുന്നത്. പോളൻ ഗ്രൈൻസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോളൻ ഗ്രൈൻസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒന്നെന്ന് പറഞ്ഞാൽ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത്ലറ്റും റേസ് ഹോഴ്സ് അതായത് കുതിരസവാരി, കുതിരയോട്ടം അതിലും ഫുഡിന് പകരമായിട്ട് അല്ലെങ്കിൽ പോളൻ പോളനെ കൺസ്യൂം ചെയ്യുന്ന കാര്യം ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പോറോപൊള്ളനുള്ളത് കൊണ്ട് ഇതിനൊരു ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പോളൻ ഗ്രൈനെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ലിക്വിഡ് നൈട്രജൻ -196 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജനകത്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ക്രയോജനിക് പ്രിസർവേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഫീമെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈനീഷ്യം. ഒരു കാർപ്പലെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റലെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര്
മോണോ കാർപ്പിലറി എന്നും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി കാർപ്പിലറി എന്ന് വിളിക്കും. ഇതിനകത്ത് പിസ്റ്റിൽ യുണൈറ്റ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിൻകാർപ്പസ്. അല്ലെങ്കിൽ പിസ്റ്റിൽ ഫ്രീ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോകാർപ്പസ്. ഈ പിസ്റ്റിൽ എന്ന് പറയുന്നത് ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റ് ആണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ് എന്നും ഫ്രീ ആണെങ്കിൽ അപ്പോകാർപ്പസ് എന്നും പറയുന്നുണ്ട്. പിസ്റ്റിലിൻ്റെ യൂണിറ്റ് ആണ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി. സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറിയാണ് പിസ്റ്റിലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അകത്തുള്ള മെഗാസ്പൊറാഞ്ചിയം, അതായത് നമ്മുടെ അനാട്രോപ്പസ് ഓവ്യൂൾ അല്ലെങ്കിൽ നമ്മളൊരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓവ്യൂളിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചറാണ് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഓവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഹൈലം. ഹൈലത്തിനെയും ഓവ്യൂളിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന പോർഷനെ വിളിക്കുന്ന പേര് ഇൻറ്റഗുമെൻസ്. അതുപോലെ തന്നെ ഓവ്യൂളിന് 2 പോർഷനുണ്ട്, അപ്പർ പോർഷനും ലോവർ പോർഷനും. അപ്പർ പോർഷനെ വിളിക്കുന്ന പേരാണ് മൈക്രോപോയിൽ, ലോവർ പോർഷനെ വിളിക്കുന്ന പേരാണ് ചലാസൽ എൻഡ്. മെഗാസ്പോറോ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനസിസ്. ന്യൂസെല്ലസിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മെഗാസ്പോർ ഉണ്ടാകുന്നത്. ആദ്യം മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നുണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ലിനകത്ത് ഡിവിഷൻ നടന്നിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനായിട്ട് മാറുന്നുണ്ട്. അതായത് മെഗാസ്പോർ മദർ സെല്ലിനകത്ത് ഡിവിഷൻ നടക്കുന്നു. അത് 2 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആകുന്നു, 4 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആകുന്നു, 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആകുന്നു. അതിനുശേഷം അത് അറേഞ്ച് ചെയ്യുന്നു. അതായത് മൊത്തത്തിൽ 8 സെല്ലായതിനു ശേഷം മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാറ്റസ് അറേഞ്ച് ചെയ്യുന്നു. എഗ് അപ്പാറ്റസ് എന്ന് പറയുന്ന 3 സെല്ല് ചേർന്നതാണ് എഗ് അപ്പാരറ്റസ്. 2 സൈനഗിഡ്സും 1 എഗ്ഗും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡാണ് ചലാസൽ എൻഡിലാണ് നമ്മുടെ ആൻറ്റിപോഡൽ സെൽസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫിലിഫോം അപ്പാറ്റസ് കാണപ്പെടുന്നത് എഗ് അപ്പാറ്റസിനോട് ചേർന്ന് അല്ലെങ്കിൽ സൈനഗിഡ്സിനോട് ചേർന്നാണ് ഫിലിഫോം അപ്പാറ്റസ് കാണപ്പെടുന്നത്. നടുക്കായിട്ടുള്ള ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ന്യൂക്ലിയൈ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയൈ എന്ന് വിളിക്കും. അത് 2 സെൽഡ് കണ്ടീഷനാണ്. ഇതിനകത്ത് പോളിനേഷൻ നെക്സ്റ്റ് ആണ്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളൻ ഗ്രൈൻസിൻ്റെ ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. പോളിനേഷൻ്റെ ഏജൻറ്റ് ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? വിൻഡ് അറിയാം, അതുപോലെ തന്നെ ഏതാണ്? വിൻഡുണ്ട്, വാട്ടറുണ്ട്, അതുപോലെ തന്നെ ആനിമൽസ് ഉണ്ട്. വിൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വരുന്ന പോളൻ ഗ്രൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ സ്റ്റിക്കി ആയിരിക്കും. പിന്നെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോറസൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും. ആരെ ക്യാച്ച് ചെയ്യാൻ? പോളൻ ഗ്രൈൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈറ്റോഫിലി ആണെങ്കിൽ മ്യൂസിലേജിനസ് കവറിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിബൺ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും പോളൻ ഗ്രൈൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ സൂഫിലി അല്ലെങ്കിൽ ആനിമൽസ് മീഡിയേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഒരേ ഒരു എക്സാമ്പിളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. UK മോത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. കൈൻഡ് ഓഫ് പോളിനേഷൻ ആണ് ഓട്ടോഗമി, ജിറ്റണോഗമി ആൻഡ് സീനോഗമി. ഓട്ടോഗമി വെച്ചാൽ സെയിം ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി. ജിറ്റണോഗമി എന്ന് പറയുന്നത് 2 ഫ്ലവർ ഒരു പ്ലാന്റിനകത്തുള്ള 2 ഫ്ലവർ തമ്മിലുള്ള പോളിനേഷനെ വിളിക്കുന്ന പേരാണ് ജിറ്റണോഗമി. അതുപോലെ തന്നെ സീനോഗമി ഉണ്ട്. ഡിഫറെൻറ്റ് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പൂക്കൾ തമ്മിൽ നടക്കുന്ന പോളിനേഷനെ വിളിക്കുന്ന പേരാണ് സീനോഗമി. ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ഓട്ടോഗമി തന്നെ 2ആയിട്ടുണ്ട്, ഗ്യാസ്മോഗ്യാമസും ക്ലീസ്റ്റോഗ്യാമസും. ഗ്യാസ്മോഗ്യാമസ് എന്ന് പറഞ്ഞാൽ ആന്ത്രസ് സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് ആയിരിക്കും. ക്ലീസ്റ്റോഗ്യാമസ് എന്ന് പറഞ്ഞാൽ ആന്ത്രസ് സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് അല്ല. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിനകത്ത് പറയാനുള്ളത്. പിന്നെ അതിനകത്ത് ഒരു നെക്സ്റ്റ് സെക്ഷനാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസ്, അല്ലെങ്കിൽ എന്താണ് ഔട്ട് ബ്രീഡിങ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് നടത്തി കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഔട്ട് ബ്രീഡിങ് ഡിവൈസ്. ഔട്ട് ബ്രീഡിങ് ഡിവൈസ് സാധാരണ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റെസിപ്റ്റിവിറ്റി ഈസ് നോട്ട് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. സ്പേഷ്യൽ സെപ്പറേഷൻ ഓഫ് ആന്തറും സ്റ്റിഗ്മയും നടത്തിയിട്ടുണ്ട്. ആന്തർ സ്റ്റിഗ്മ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. അതുപോലെ തന്നെ സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഔട്ട് ബ്രീഡിങ് ഡിവൈസ് ആണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. വരുന്ന പോളൻ ഗ്രൈൻ്റെ സൂക്രോസ് കണ്ടൻറ്റ്, ബോറോൺ കണ്ടൻറ്റ്, ഈനോസിറ്റോൾ കണ്ടൻറ്റ് ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പോളനെ റിസീവ് ചെയ്യത്തുള്ളൂ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ എൻഡോസ്പെർം, എംബ്രിയോ അതെല്ലാം നോക്കുക. അതായത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എല്ലാം നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററും കൂടെ നമുക്കത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷനാണ് അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും. സിമ്പിൾ പോർഷനാണ്, നമുക്ക് ഈ ചാപ്റ്ററും കൂടെ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, 100% യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ പഠിക്കുക. ഓക്കെ.